അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ഒരു മാസത്തിനകം പരീക്ഷ വീണ്ടും നടത്തണമെന്ന് CBSEക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ചോദ്യങ്ങൾ SMS-ലൂടെ ചോർന്നെന്ന പരാതിയെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. മെയ് 3 നടന്ന CBSE അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് 700-ലധികം വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഗുണഫലം ലഭിച്ചിട്ടുണ്ടെന്ന് കോടതിയെ അറിയിച്ചു. 44 വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കുന്നതായും വീണ്ടും പരീക്ഷ നടത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടത്. 4 ആഴ്ചക്കകം പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കണമെന്നാണ് നിർദ്ദേശം. ഈ കാലയളവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ CBIയെ എല്ലാ സ്ഥാപനങ്ങളും സഹായിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജൂൺ 5-നായിരുന്നു പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഹരിയാന സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നെന്ന വാർത്തയെ തുടർന്ന് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. രാജ്യത്തെ 3722 മെഡിക്കൽ സീറ്റുകളിലേക്കാണ് അഖിലേന്ത്യാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നത്. 7,30,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. പരീക്ഷ റദ്ദാക്കിയതോടെ കേരളത്തിലേതുൾപ്പെടെയുള്ള പ്രവേശന നടപടികൾ വൈകാനാണ് സാധ്യത. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ് കേരള ഭൂമി പതിവ് ചട്ടം ലംഘിച്ച് പത്തനംതിട്ടയിൽ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉത്തരവിട്ടു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനുവാദം വേണമെന്ന് റിപ്പോർട്ട് നൽകിയ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റിയതായും പരാതിയുണ്ട്. പത്തനംതിട്ട പള്ളിക്കൽ വില്ലേജിൽ 72 സെന്റ് റോഡ് പുറമ്പോക്ക് ഭൂമിയാണ് 1964-ലെ കേരള ഭൂമി പതിവ് ചട്ടം ലംഘിച്ച് പതിച്ചു നൽകാൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉത്തരവിട്ടത്. പള്ളിക്കൽ സ്വദേശികളായ ലളിതാദേവി കുഞ്ഞമ്മയും ബന്ധുവായ ഗിരിജാദേവിയും നൽകിയ അപേക്ഷയിലാണ് പ്രത്യേക താൽപര്യമെടുത്ത് റവന്യൂ സർവേ അദാലത്തിൽ വെച്ച് മന്ത്രി നടപടി സ്വീകരിച്ചത്. 200 വർഷമായി അപേക്ഷകരുടെ കൈവശമുള്ള ഭൂമിയാണിതെന്നും 150 വർഷം പഴക്കമുള്ള വീട് നിൽക്കുന്നതിനാൽ പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും ആയതിനാൽ പ്രത്യേക കേസായി പരിഗണിച്ച് മാനുഷിക പരിഗണന നൽകി കേരള ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടി സ്വീകരിച്ച് കമ്പോള വില ഈടാക്കി 3 മാസത്തിനകം പട്ടയ നടപടികൾ തീർപ്പാക്കണമെന്നും മന്ത്രി ഒപ്പിട്ട ഉത്തരവിൽ പറയുന്നു. നിലവിലുള്ള ചട്ടപ്രകാരം സ്വകാര്യ വ്യക്തിക്ക് വീട് വെക്കാൻ 15 സെന്റ് ഭൂമിയെ നൽകാവൂ എന്നിരിക്കെ മന്ത്രി 72 സെന്റ് ഭൂമി വിട്ടു നൽകാൻ ഉത്തരവിടുകയായിരുന്നു. നിലവിലുള്ള നിയമത്തെ മറികടക്കണമെങ്കിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനുവാദം വേണമെന്ന നിലപാട് സ്വീകരിച്ച ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി ഭീഷണിപ്പെടുത്തുകയും കണ്ണൂർക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. മാത്രമല്ല, കമ്പോള വില സെന്റിന് 1 ലക്ഷം രൂപയെങ്കിലും വരുമെന്നിരിക്കെ താരിഫ് വില ഈടാക്കാനാണ് അടൂർ തഹസിൽദാർ പത്തനംതിട്ട ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പത്തനംതിട്ടയിൽ മാത്രം പട്ടയം ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് 10,000 പേർ. കേരളത്തിലെ ആകെ കണക്ക് പരിശോധിച്ചാൽ ലക്ഷത്തോളം വരും. ഇത് സീറോ ലാൻഡ്ലെസ് പ്രോജക്റ്റിൽ പെടാത്തവയാണ്. ഈ സാഹചര്യത്തിലാണ് മന്ത്രി അടൂർ പ്രകാശ് ഒരു കുടുംബത്തിന് മാത്രമായി 72 സെന്റ് ഭൂമി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നൽകുന്നത്. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ. കരിപ്പൂർ വിമാനത്താവളത്തിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 4 CSF ഉദ്യോഗസ്ഥരെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ചികിത്സയിലായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അജികുമാറിനെയും അറസ്റ്റ് ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിലെ സംഘർഷത്തിനിടെ SS യാദവ് കൊല്ലപ്പെട്ട കേസിൽ CSF ഉദ്യോഗസ്ഥൻ സീതാറാം ചൌധരിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരെ കേസെടുത്തിട്ടില്ലെന്ന് ADGP ശങ്കർ റെഡ്ഡി പറഞ്ഞു. കൊണ്ടോട്ടി CI ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ADGP. അന്വേഷണവുമായി CSF സഹകരിക്കുന്നുണ്ടെന്നും സംഭവത്തിൽ ഉൾപ്പെട്ട 10 CSF ഉദ്യോഗസ്ഥരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുള്ളതായും ADGP പറഞ്ഞു. ഇനി ഒരു 10 പേരോളം ഉറവായിരിക്കും നോക്കുന്നുണ്ട്. അത് അവർ നോക്കി CD ഒക്കെ എഴുതി അതിൻ്റെ ബേസിൽ ഐഡൻറ്റിഫൈ ഓൾറെഡി 4 പേര് ഞങ്ങൾക്ക് തന്നു. ബാക്കി ആൾക്കാർ ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അവർ തന്നില്ലെങ്കിലല്ല അടുത്ത ചോദ്യം വരുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, സഹകരിക്കത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 CSF ഉദ്യോഗസ്ഥരെ 14 ദിവസത്തേക്ക് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. രാജ്യസുരക്ഷയെ ബാധിക്കാവുന്ന തരത്തിൽ പ്രതികൾ കൃത്യവിലോപം കാണിച്ചതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 53 ലക്ഷം രൂപയിലധികം നാശനഷ്ടം വിമാനത്താവളത്തിൽ ഉണ്ടായതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അറസ്റ്റ് ചെയ്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അജികുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ്. കരിപ്പൂർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. ക്രമസമാധാനം സംസ്ഥാനത്തിന്റെ ചുമതലയാണ്. എന്നാൽ വിമാനത്താവളങ്ങളിൽ പോലീസിന് ഇടപെടാൻ കഴിയുന്നില്ല. ഈ സ്ഥിതി മാറണമെന്നും സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി.
കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ ദീർഘകാലത്തേക്ക് അടച്ചിടാനുള്ള തീരുമാനം പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വലയ്ക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് റൺവേ അടച്ചിടാൻ എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ 1 വർഷത്തിലേറെ സമയം വേണ്ടിവരും. വടക്കൻ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ് ഈ സാഹചര്യം. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും എയർപോർട്ട് അതോറിറ്റിയും കാണിക്കുന്ന ചിറ്റമനയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഷേധമറിയിച്ചു. CP നായർ വധശ്രമ കേസ് പിൻവലിച്ചില്ല. കേസ് പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ലഭിച്ചില്ല. ജുഡീഷ്യറിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി CP നായർ പറഞ്ഞു. മാനുഷിക പരിഗണന നൽകിയാണ് CP നായർ വധശ്രമ കേസ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻ ചീഫ് സെക്രട്ടറി CP നായർ വധശ്രമ കേസ് പിൻവലിക്കാനുള്ള നടപടിക്ക് അന്തിമ അംഗീകാരം നൽകേണ്ടത് കോടതിയാണ്. എന്നാൽ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സർക്കാർ ഇന്ന് കോടതിയിൽ നൽകിയില്ല. സർക്കാർ ഉത്തരവിന്റെ ഔദ്യോഗിക പകർപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണിത്. രാവിലെ സർക്കാർ തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് പത്തനംതിട്ടയിലെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ഔദ്യോഗിക സീൽ ഉണ്ടായിരുന്നില്ല. കോടതിയിൽ ഈ അപേക്ഷ നിലനിൽക്കുകയുമില്ല. ഈ കാരണം കൊണ്ടാണ് ഔദ്യോഗിക ഉത്തരവ് ലഭിച്ചതിനു ശേഷം അപേക്ഷ നൽകിയാൽ മതിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തീരുമാനിച്ചത്. അതേസമയം മാനുഷിക പരിഗണന നൽകിയാണ് CP നായർ വധശ്രമ കേസ് പിൻവലിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. എന്ത് വേണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ഒന്നുകൂടി ആലോചിക്കും. കാരണം ഇതിന് അന്തിമമായി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊരു മാനുഷിക വശം ഇക്കാര്യത്തിൽ കൺസിഡർ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ലഭിക്കാത്ത നീതി ജുഡീഷ്യറിയിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി CP നായർ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉൾപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഞാൻ ന്യായമായി പ്രതീക്ഷിച്ചതും എന്നാൽ എനിക്ക് കിട്ടാതെ പോയതും എനിക്ക് നിഷേധിക്കപ്പെട്ടതുമായ നീതിയും ന്യായവും കാരുണ്യവും ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കേസ് പിൻവലിച്ച സർക്കാർ നടപടി കൂടുതൽ വിവാദമാകുകയാണ് ഓരോ ദിവസവും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട, തിരുവനന്തപുരം. മിശ്ര വിവാഹത്തെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനയിൽ ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഖേദം പ്രകടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി. ബിഷപ്പിന്റെ അഭ്യർത്ഥന മാനിച്ച് പ്രതിഷേധം പിൻവലിക്കുന്നതായി വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ക്രൈസ്തവ സഭയും ഈഴവ സമുദായവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കണം. മനഃപൂർവ്വമല്ലാത്ത ഒരു പ്രസ്താവനയുടെ പേരിൽ ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തരുത്. സഭയ്ക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുണ്ട്. SNDPയുടെ ബഹുമാനനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനോടും സമുദായ അംഗങ്ങളോടും സഭയ്ക്ക് സ്നേഹവും ബഹുമാനവുമുണ്ട്. പ്രകടനം ഒന്നും തന്നെ SNDP യോഗത്തിൻ്റെ കീഴിലുള്ള ഒരു ഘടകങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നും മതസൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഏകോദര സഹോദര ഭാവേന എല്ലാ സമുദായ അംഗങ്ങളും പരസ്പരം സ്നേഹം കൊടുത്ത് പരസ്പരം അങ്ങും സ്നേഹം കൊടുത്ത് പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി ഈ എല്ലാ സമുദായ അംഗങ്ങളും അതായത് SNDP യോഗ പ്രവർത്തകരായ എല്ലാവരും അതിന് തയ്യാറാകണം. ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പരസ്പരം മറന്ന് അങ്ങും ഇങ്ങും പറഞ്ഞതെല്ലാം തന്നെ പരസ്പരം മറന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ഇടുക്കി ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് SNDP പ്രവർത്തകർ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. കരിമ്പനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബിഷപ്പ് ഹൗസിന് സമീപം പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. തുടർന്ന് SNDP പ്രവർത്തകർ ഏറെ നേരം റോഡ് ഉപരോധിച്ചു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി അഡോൾഫ് ലോറൻസിനെയാണ് CBI കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ ഒന്നാം പ്രതിയാണ് കൊല്ലം സ്വദേശിയായ അഡോൾഫ് ലോറൻസ്. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസിലെത്തിയ CBI അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. CBI നേരത്തെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും തെളിവുകൾ ലഭിക്കാത്തതിനാൽ അറസ്റ്റ് ചെയ്തിരുന്നില്ല. കോട്ടയം സ്വദേശിനിയായ നഴ്സ് നൽകിയ പരാതി റിക്രൂട്ട്മെന്റ് തട്ടിപ്പിലെ മുഖ്യപ്രതിയും അൽസറാഫ ഏജൻസി ഉടമയുമായ ഉതുപ്പു വർഗീസിന് അയച്ചുകൊടുത്ത ഇമെയിൽ രേഖകളടക്കം CBI കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വഴിവിട്ട് സഹായിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്. പ്രതിയെ CBI കൂടുതൽ ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ ഹവാല ഇടപാടുകാരൻ VS സുരേഷ് ബാബു
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ്. കേസിലെ പ്രധാന പ്രതി ഉതുപ്പ് വർഗീസിന് വേണ്ടി സുരേഷ് ബാബു 85 കോടി രൂപ ഹവാല പണമായി വിദേശത്തേക്ക് കടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്തതിലൂടെ ഉതുപ്പ് വർഗീസും സംഘവും 234 കോടി രൂപയാണ് തട്ടിയെടുത്തത്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തതോടെ കുവൈത്തിലേക്ക് കടന്നുകളഞ്ഞ ഉതുപ്പ് വർഗീസിനായി CBI ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട്ട് കൈരളി വാർത്താ സംഘത്തെ ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സാലി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേസെടുക്കാനായിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ള സമീപമുള്ള ഒരു സ്ഥാപനത്തിൽ CC ക്യാമറയിൽ ഒരുപക്ഷെ ഇതിൻ്റെ ചിത്രങ്ങൾ പതിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവർ വന്ന വാഹനവും തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവിടെ വെള്ളയിൽ SIയോട് തന്നെ ആ കേസിൻ്റെ അന്വേഷണം നേരിട്ട് നടത്താനായിട്ടാണ് ഞാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് അന്വേഷണം നേരിടുന്ന ലളിത് കുമാർ മോദിക്ക് യാത്രാരേഖകൾ ശരിയാക്കി നൽകിയെന്ന ആരോപണത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസും CPM ആവശ്യപ്പെട്ടു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. അതേസമയം സുഷമ സ്വരാജിന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. അധികാര ദുർവിനിയോഗം നടത്തിയ സുഷമ സ്വരാജ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. കുടുംബപരമായി സുഷമ സ്വരാജും ലളിത് മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പോർച്ചുഗലിലെ നിയമമനുസരിച്ച് ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് ഭർത്താവിന്റെ സമ്മതപത്രം ആവശ്യമില്ലെന്നാണ് സുഷമയുടെ വാദത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സുഷമ സ്വരാജിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആവശ്യപ്പെട്ടു. I have said, sir, that now facts demonstrate that a straight criminal case is made out. Now, whether it is only the external affairs minister or it is somebody higher up. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ആവശ്യപ്പെട്ടു. We are asking the Prime Minister to tell us how this is going to be addressed and the matter will be made accountable both to the Parliament and to the country. സുഷമ സ്വരാജിന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സുഷമ സ്വരാജിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. IPL കേസിൽ അന്വേഷണം നേരിടുന്ന ലളിത് കുമാർ മോദിക്ക് യാത്രാരേഖകൾ ശരിയാക്കി കൊടുക്കാൻ ബ്രിട്ടീഷ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിയ നടപടിയാണ് സുഷമ സ്വരാജിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UDF സർക്കാരിന് അരുവിക്കരയിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. LDF പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് TS സുലേഖ പറഞ്ഞത് ശരിയായില്ലെന്നും VS അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ബാർക്കോഴ കേസിൽ മന്ത്രി KM മാണി കുറ്റക്കാരനാണെന്ന തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ADGP ഇടപെട്ട് തിരുത്തി. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉമ്മൻചാണ്ടി സർക്കാർ വഴിതെറ്റിക്കുകയാണ്. അഴിമതി ഭരണം നടത്തുന്ന UDF സർക്കാരിന് ഒരു കാലത്തും തലപൊക്കാൻ കഴിയാത്ത ശിക്ഷ അരുവിക്കരയിലെ ജനങ്ങൾ നൽകണമെന്നും VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. അതെ, ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അവരെല്ലാം നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. അരുവിക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ, അവർക്കെല്ലാം വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി തന്നെയും ഈ അഴിമതി ഭരണം, വിലക്കയറ്റത്തിന്റെ എല്ലാ ദൂഷ്യങ്ങളും എറിഞ്ഞു തന്ന് നമ്മെ ദ്രോഹിക്കുന്ന ഭരണം, സ്ത്രീകൾക്കെതിരായി രക്ഷയില്ലാത്ത ഭരണം, ആത്മഹത്യകൾ ഓരോ ദിവസവും പെരുകുന്ന ഭരണം, ഈ ഭരണത്തിനെതിരായി ഒരു കാലത്തും തലപൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷ നൽകാൻ നിങ്ങളെല്ലാം തന്നെ തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടുകൂടി മുന്നോട്ട് വരണം. UDF പ്രവർത്തകരിൽ നിന്നല്ലാതെ വെള്ളം വാങ്ങി കുടിക്കരുതെന്ന് UDF സ്ഥാനാർത്ഥി ശബരിനാഥനോട് അമ്മ MT സുലേഖ പറഞ്ഞത് ശരിയായില്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ആ മാന്യ വനിതയോട് ഞാൻ പറയുകയാണ്, ഇതായിരുന്നു 3-4 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് G. കാർത്തികേയൻ
അദ്ദേഹം എൻ്റെയും ഒരു സ്നേഹിതനാണ്. തെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ നിങ്ങൾ വീടുകളിൽ ഓരഞ്ചരിഞ്ഞ് നിന്ന് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഒരക്ഷരമെങ്കിലും ഈ കാർത്തികേയൻ പ്രസ്താവിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായാലും വളരെ കഷ്ടമായി പോയി നിങ്ങളുടെ ഈ പരാമർശനങ്ങളെന്ന്. ഞാൻ നിങ്ങളെ സബഹുമാനം അനുസ്മരിപ്പിക്കുക. LDF സ്ഥാനാർത്ഥി M. വിജയകുമാറും പൊതുയോഗത്തിൽ സംസാരിച്ചു. വെള്ളനാട് നടന്ന യോഗത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അരുവിക്കര.